ഹായ് സോൾസ്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് കാർമിക് പാറ്റേൺസ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കടക്കാൻ സാധിക്കുന്നില്ല. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം പറയുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ കാർമിക് പാറ്റേണിനെ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തിട്ടില്ല. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പിന്നെയും ആ കാർമിക്കിൻ്റെ ആ ഒരു സിറ്റുവേഷൻ്റെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങനെ വരുമോ, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്യുമോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങളെ മനസ്സിൽ ആ ഒരു തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് വേഗം മാനിഫെസ്റ്റഡ് ആയി വരും. മൂന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ ഒരു കോൺട്രാക്റ്റ് കുറച്ച് നാളുണ്ടായിരിക്കും, മേ ബി കൊല്ലങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത് കഴിയണം. അപ്പോൾ അത് വേഗം തന്നെ കഴിയാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സറണ്ടർ ദ സിറ്റുവേഷൻ ഇൻറ്റു ഡിവൈൻ ഹാൻഡ്സിലേക്ക് കംപ്ലീറ്റ്ലി ആ ഒരു പേഴ്സണെയും ആ സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോ തോട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു സംഭവം വേഗം തീരും. നാലാമത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കാർമിക് ലൂപ്പ് എന്ന് പറയുന്നത് ഒരു പേഴ്സണിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യിൻ യാൻ ഒരു രൂപം എടുക്കുകയാണെങ്കിൽ, ആ യിൻ യാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, പകുതി ലൈറ്റും പകുതി ഡാർക്ക്നെസ്സാണ്. അപ്പോൾ ഇതുപോലൊരു പേഴ്സണ് രണ്ട് ട്രേറ്റ്സ് ഉണ്ട്, രണ്ട് സൈഡും ഉണ്ടല്ലേ. ഒരു കോയിൻ്റെ രണ്ട് സൈഡ് പോലെ നമുക്ക് നല്ല സ്വഭാവമുണ്ട്, നമുക്ക് ചീത്ത സ്വഭാവമുണ്ട്. അങ്ങനെയാണ് ഒരു പേഴ്സൺ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഇന്നൊരു നെഗറ്റീവിനെ ഡിനോട്ട് ചെയ്യാം, അങ്ങനെ നമുക്ക് പോസിറ്റീവിനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഇന്നിനെ ആയിരിക്കും. അവരിങ്ങനെ ചെയ്തു, ഇനി ഇങ്ങനെ ചെയ്യുമോ, അങ്ങനെയാണ്. പകരം നിങ്ങൾ അവരുടെ നല്ല ഭാഗത്തെ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല. അങ്ങനെ അതിനെ ഫോക്കസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് ഇങ്ങനത്തെ അനുഭവങ്ങൾ വരില്ല. ഇപ്പോൾ ഒരു പേഴ്സൺ ആൽക്കഹോളിക്കാണ്, അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഓവർ ദേഷ്യമുള്ളവരാണ്, നമ്മൾ നല്ല രീതിയിൽ മെൻ്റലി ഹറാസ് ചെയ്യുന്നതാണെങ്കിൽ, നമ്മൾ അവരെ കംപ്ലീറ്റ്ലി അവരങ്ങനെയാണ്, നമ്മളൊരു സോൾ കോൺട്രാക്റ്റാണ് ചെയ്യുന്നത്. ഞാനും അവർ തമ്മിൽ സോൾ കോൺട്രാക്റ്റ് ഞാൻ ഓൾറെഡി എഴുതി വെച്ചതാണ്. എന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എന്നോട് ചെയ്യണം എന്ന്. അതിപ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ എങ്ങനെ എഴുതി വെക്കുമോ എന്ന് നമ്മൾ തോന്നും. പക്ഷെ അല്ല, സോളിൻ്റെ ലെവലിലാണ് ഇതൊക്കെ എഴുതി വെക്കുന്നത്. സോൾ ലെവലിൽ നമ്മൾ ഭയങ്കര പ്യുവറാണ്. നമ്മുടെ സോൾ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് മെയിൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഞാൻ സ്പിരിച്വലായിട്ടുള്ള പാതയിലൂടെ കൂടുതൽ അടുക്കണം, ഡീപ്പറായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെയാണ് മെയിൻ. അതിലൂടെ എൻ്റെ സോളിന് എവല്യൂഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് സംഭവിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് പല സിറ്റുവേഷൻസ് വരുന്നത്. അപ്പോൾ ഈ കാർമിക് ലൂപ്പിൽ എന്തൊക്കെ വരും? സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, കരിയർ, ഫിനാൻസ്, പൈസ നഷ്ടപ്പെടാം, നമ്മൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ നഷ്ടപ്പെടാം, അതുപോലെ നമ്മൾ കുറേ നാളായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുവരുന്ന പൈസ നഷ്ടപ്പെടാം. അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടാകാം. നമുക്ക് ഭയങ്കര ഡാർക്ക് അത് സോൾ വരുന്ന രീതിയിലുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ടാകാം. അതൊക്കെ നമ്മൾ തന്നെ എടുത്തു വയ്ക്കുന്നതാണ്. ആക്സിഡൻറ്റ്സ് ഉണ്ടാവാം. യെസ്, അതെന്തുകൊണ്ടാണ്? നമ്മുടെ സോള് എടുത്തു വയ്ക്കുകയാണ്. ലൈക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ സംഭവം വരണം, അങ്ങനെ വരുമ്പോൾ നമുക്കൊരു വലിയ പ്രശ്നം വരുമ്പോൾ ലാസ്റ്റ് ഒരു എത്തിസ്റ്റ് ആണെങ്കിൽ പോലും ലാസ്റ്റ് നമ്മൾ ദൈവത്തിന് വിളിച്ചു പോകും, അല്ലെങ്കിൽ ആ ഒരു സോഴ്സിനെ നമ്മൾ ഓർത്ത് പോകും. കാരണം വേറെ ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടാവാത്തൊരു സിറ്റുവേഷൻ വരും. അല്ലെങ്കിൽ പൈസ കൊണ്ടോ പണം കൊണ്ടോ നമ്മുടെ അസുഖം മാറാതെ വരുമ്പോൾ ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറയും. ദാറ്റ് ഈസ് എ കംപ്ലീറ്റ് സറണ്ടറാണല്ലോ. അപ്പോൾ ആ കംപ്ലീറ്റ് സറണ്ടറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതെന്തിനാണ് അപ്പോൾ അങ്ങനെ എത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സോളിന് ഇവോൾവ് ആയിട്ട് യൂണിവേഴ്സിലേക്ക് തിരിച്ചു പോകണം. നമ്മുടെ ആ ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് ഈ ഭൂമിയിൽ ഇത്ര സമയം വരെ ഉള്ളത്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ബർത്തായിരിക്കും. ഈ ലാസ്റ്റ് ബർത്ത് അല്ലെങ്കിൽ ഇനിയും ഈ ഒരു കർമ്മങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടി ഓരോ ജന്മങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ചിലവർക്ക് ഹെവി കാർമികമായിട്ടുള്ള പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ബർത്തായിരിക്കും. അപ്പോൾ എല്ലാ ജന്മങ്ങളുടെയും പഴയ സോൾ ലെവലിലും പാസ്റ്റ് ലൈഫൊക്കെ കർമാസ് എല്ലാം സെറ്റിൽമെൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യാൻ. ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൽ പാഞ്ചാലി ആദ്യം തന്നെ കൃഷ്ണനെ വിളിക്കുകയാണെങ്കിൽ ആ വസ്ത്രം എന്താ പറയുക, അങ്ങനെ ഒരു നഷ്ടം വരില്ലായിരുന്നു. പക്ഷേ അവരങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയതിന് കുറച്ച് ശേഷമാണ് കംപ്ലീറ്റ് സറണ്ടർ ചെയ്തത്. അതാണ് കൃഷ്ണനെ വിളിച്ചപ്പോൾ കൃഷ്ണൻ വന്നു അല്ലേ. അതുപോലെ അതാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഒരു സിറ്റുവേഷൻ വരുന്നതിന് മുന്നേ തന്നെ യൂണിവേഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ സിറ്റുവേഷൻ വരും, പക്ഷെ അത് അത്ര വലിയ കാര്യമായിട്ട് വരില്ല, അതിൻ്റെ തോത് കുറയും.
അപ്പോൾ നമ്മൾ മെയിൻലി യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. ആ കണക്ഷൻ പോകുന്നതാണ്, അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ്. എൻ്റെ ജേർണലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, യൂണിവേഴ്സ് ഒരു കൊട്ട് തരുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കും, നമ്മൾ എപ്പോഴും ഈശ്വരാന്നോട് നോക്കുക മുകളിലേക്കാണ്. ഓക്കെ, അപ്പോൾ കാർമിക് ലൂപ്സ് വരുന്നതും എന്ത് പ്രശ്നം വരുന്നതും നിങ്ങൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ അവരങ്ങനെയാണ്, അവർ നമ്മളോട് ഇങ്ങനത്തെ ഒരു ട്രേറ്റ് കാണിക്കുന്നതിന് അവർക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ളൊരു പേഴ്സണാണ്, ജസ്റ്റ് ആക്സെപ്റ്റ് ദം. അവരങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അവരുടെ നല്ല ഗുണങ്ങളെ കാണാൻ നോക്കുക. അവർ നെഗറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ കൂടുതൽ അവർ നെഗറ്റീവ് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും ഇങ്ങനത്തെ ഒരു എനർജി പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമ്മളും കറക്റ്റ് ആവാതെ വരുമ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ പല ട്രിഗേഴ്സും വരും. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന എനർജിയാണ്. നമ്മുടെ ഉള്ളിൽ കുറേ കറക്റ്റ് ചെയ്യാനുണ്ടായിരിക്കും, ഈഗോടത്ത് ഇങ്ങനെ സംഭവിക്കാനുണ്ടായിരിക്കും, ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അത് അനുസരിക്കാൻ പറ്റാത്തതുണ്ടായിരിക്കാം, ചിലപ്പോൾ ക്രൗൺ ബ്ലോക്ക്ഡ് ആയിരിക്കും. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി, എൻ്റെ എവിടെയാണ് പ്രശ്നം, മിറർ എക്സസൈസ് ചെയ്യാം, എനിക്ക് എവിടെയാണ് ഇഷ്യൂ വരുന്നത്, എന്തുകൊണ്ടാണ് എല്ലാവരും എന്നെ വേദനിപ്പിക്കുന്നത്. കാരണം ഇപ്പോൾ വേദനിപ്പിക്കുന്ന ഒരു കർമ്മ ഇയർ കൂടിയാണ് 2024 എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം കർമ്മ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഞാൻ കാർഡ്സ് എടുത്ത് നോക്കി, ഒന്നും കൂടി നോക്കിയപ്പോൾ എനിക്കുള്ള ഡൗൺലോഡ്സ് കാർഡ്സിലൂടെയും വരും, അല്ലാതെയും വരാറുണ്ട്. അപ്പോൾ കാർഡ്സിൽ നോക്കിയപ്പോൾ ഫുള്ള് സോഡുകളാണ്. എന്താ പറയുക, 4 ഓഫ് സോഡ്സ്, 8 ഓഫ് സോഡ്സ്, 9 ഓഫ് സോഡ്സ്, 10 ഓഫ് സോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സണിനെ അനുഭവിക്കാൻ പറ്റുന്നതിനേക്കാളും അത്രയും എക്സ്ട്രീം അനുഭവിക്കുന്ന ഒരു സമയമാണിത്. വെച്ചാൽ അത്രയും കർമ്മ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുക. നമ്മൾ മുന്തിരീനെ ക്രഷ് ചെയ്താലാണ് ആ ജ്യൂസ് വരുള്ളൂ, അല്ലെങ്കിൽ വൈനാക്കാൻ പറ്റുമെന്നൊക്കെ കേൾക്കാറുണ്ട്. അതുപോലെ ഈ ഒരു ഗോൾഡ് ഡയമണ്ട്സ് അത്രയും ചൂടിൽ അത്ര ടെമ്പറേച്ചറിൽ തന്നെ ഉരുക്കിയാൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു പവിത്രത, അല്ലെങ്കിൽ അത് ഗോൾഡായിട്ട് മാറുന്നത്. ഓരോ ഓർണമെൻറ്റ്സൊക്കെ ആക്കി മാറുന്നത് അതിനത്രയും പ്രസ് ചെയ്യുമ്പോഴാണ്. അതുപോലെ യൂണിവേഴ്സ് അതിനെ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലത്തെ ആ ഒരു ഹിഡൻ ആയിട്ടുള്ള പവർ, സ്ട്രെങ്ത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ട്വിൻ ഫ്ലെയിം ജേണി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും നമുക്ക് സാമ്പത്തികപരമായിട്ട് നമ്മൾ അതല്ലെങ്കിൽ എൻ്റെ DM വന്ന് തന്നെ നോക്കട്ടെ എന്ന്. പക്ഷേ യൂണിവേഴ്സ് സെപ്പറേഷനിൽ ചെയ്തിടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ നോക്കാനുള്ള പവർ, സ്ട്രെങ്ത്ത് ഉണ്ട്. നമ്മൾ ഒരാളും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ പഠിക്കേണ്ടതും അതപ്പോൾ ആ സ്ട്രെങ്ത്ത് കിട്ടും. അപ്പോൾ സ്ട്രെങ്ത്ത് കിട്ടുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കും, അങ്ങനെ ഓരോ കാര്യങ്ങളും സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള സമയമാണ് അവിടെ കിട്ടുന്നത്. അതങ്ങനെ യൂസ് ചെയ്യുക. അപ്പോൾ കാർമിക് ലൂപ്സ് റിപ്പീറ്റഡായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളവിടെ പഠിക്കേണ്ട കാര്യമുണ്ട്. യൂണിവേഴ്സ് നമ്മൾ ടീച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സോൾ കോൺട്രാക്റ്റ്. അപ്പോൾ എൻ്റെ സോൾ കോൺട്രാക്റ്റ് ഞാനാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്നേക്കാൾ നന്നായിട്ട് വേറൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ സോൾ ലെവലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിങ്ങനെയാണ് വന്നത്, ഇപ്പോൾ ഇതുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഹീലിംഗ് ജേണി നല്ല രീതിയിൽ കൊണ്ടുപോവുക. അല്ലാതെ ഒരാളെയും കോഡിപ്പെൻഡൻ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ലൂപ്പിൽ നിന്ന് കടക്കില്ല. ആദ്യം കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യാൻ പഠിക്കുക, ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളുടെ സോൾ ലെവലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സിൽ നിന്ന് ഹയ്യർ സെൽഫിൽ നിന്നുള്ള കുറേ മെസ്സേജസും ഡൗൺലോഡ്സും കിട്ടും. എനിക്ക് കിട്ടുന്നുണ്ട്. അത് ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ചെയ്യാത്തവർക്ക് കിട്ടില്ല. എല്ലാവർക്കും സാധിക്കും. നമ്മൾ അതിന് വേണ്ടി കുറച്ച് സമയവും കാര്യങ്ങളും കൊടുക്കണം. അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. കുറച്ച് സ്പിരിച്വൽ ആകുമ്പോൾ പ്രകൃതിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളോ ഫുഡുകളോ അതൊന്നും ഇല്ലാതെ ആ ഒരു പ്രകൃതിയുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങളുടെ ഫുഡിൽ നിന്നൊക്കെ നിങ്ങളുടെ ആ ഒരു എനർജി, എല്ലാ എനർജിയാണല്ലോ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ കാർമിക് ലൂപ്സ് വരുന്നത് ഇതുകൊണ്ടാണ്. നമ്മളുടെ കോൺട്രാക്റ്റാണ്. നമ്മൾ തന്നെ പറയും ഈ സമയത്ത് എന്നെ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എന്നെ അടിക്കണം, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കണം. അപ്പോൾ ആ പെയിനിൽ നിന്ന് ഞാൻ കൂടുതലും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലും അല്ലെങ്കിൽ സോളിന് വിസ്ഡം കിട്ടും. മെയിനായിട്ടൊരു സോൾ ഭൂമിയിലേക്ക് വരുന്നത് വിസ്ഡം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും കുറേ പേർക്ക് ഈ ഒരു സംഭവം മനസ്സിലാവുന്നില്ല. നിങ്ങളെപ്പോഴാണോ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് നിങ്ങളെ കോൺട്രാക്റ്റുകൾ കംപ്ലീറ്റഡായിട്ട് നിങ്ങൾക്കൊരു ഇന്നർ പീസ് അനുഭവിക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പല ഇഷ്യൂസസ് വന്നാലും നിങ്ങൾക്ക് നെഗറ്റീവ് സൈഡ് കാണാൻ പറ്റില്ല, അവരുടെ പോസിറ്റീവ് സൈഡ് കാണാം. അപ്പോൾ അവിടെ ആ ഇഷ്യൂ തന്നെ ഇല്ലാതെയായിപ്പോവും. നിങ്ങളങ്ങനെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ 2024 കർമ്മ ഇയർ കൂടെയാണ്. അപ്പോൾ കർമ്മ കുറച്ചധികം ഈ ഒരു സമയത്ത് സെറ്റിൽമെൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കുറേ പേർക്ക് കാർമിക്സ് എൻഡ് ആവുന്നുണ്ട്. ചിലവർക്ക് യൂണിയൻ്റെ എനർജി കാണിക്കുന്നുണ്ട്. അത് ഓരോരുത്തർ സ്റ്റേജ് അനുസരിച്ചിട്ടായിരിക്കും. എല്ലാവർക്കും ഇത് കേട്ടെന്ന് വെച്ചിട്ട് ആവണമെന്നില്ല. പക്ഷേ ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ട് ഒരു 4-5 ഇയേഴ്സൊക്കെ എടുക്കും ഒരു യൂണിയനിലേക്ക് എത്തണമെങ്കിൽ. അതൊരു ഇന്നർ വർക്ക് നന്നായിട്ട് ചെയ്യണം കേട്ടോ.
അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഡിപ്പെൻഡൻസി എന്നൊരു സംഭവം, അതൊരു ഡിപ്പെൻഡൻസി തന്നെ വലിയൊരു ഇഷ്യൂ. അപ്പോൾ ചിലപ്പോൾ യൂണിവേഴ്സ് പഠിപ്പിക്കുന്നുണ്ടാവും, നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ വേറൊരാളടുത്ത് ഓടിച്ചില്ല, അയ്യോ എനിക്കിങ്ങനെ പ്രശ്നം പറ്റിയെന്ന്. ഒന്ന് നിങ്ങൾ നിങ്ങളുടെ എനർജി അവർക്ക് ഷെയർ ചെയ്യാണ്, ആ ഒരു ലോ എനർജി. അപ്പോൾ നിങ്ങൾക്ക് എഗെയിൻ കർമ്മ വരുന്നുണ്ട്. രണ്ടാമത് നിങ്ങൾക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അതുകൊണ്ടല്ലേ നിങ്ങളെ വിശ്വസിക്കാതെ നിങ്ങൾ മറ്റുള്ളവരടുത്തേക്ക് ഓടുന്നത്. ഫസ്റ്റ് നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. ആദ്യം വേണ്ടത് ട്രസ്റ്റാണ്. അതാണ് ഈ ഒരു വലിയൊരു ഫൗണ്ടേഷൻ. നിങ്ങളെ തന്നെ വിശ്വസിക്കണം. ഓക്കെ, സോ മാക്സിമം എല്ലാവരും അവരുടെ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹീലിങ്ങിൻ്റെ വർക്ക്ഷോപ്പ് ഇടുന്നുണ്ട്. 3, 4, 5, 6 ആണ് മെയ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കൂടുതലും ഹീലിങ്ങിൻ്റെ കാര്യങ്ങളും കർമ്മ ക്ലെൻസ് ചെയ്യുന്നതും അങ്ങനെ സോൾ ലെവൽ കാര്യങ്ങളും 7 ചക്ര മെഡിറ്റേഷൻസും അവിടെ 4 ദിവസം നിങ്ങൾക്ക് വർത്തായിരിക്കും. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്, നിങ്ങൾ പഠിപ്പിക്കുന്നതാണ്, മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നതാണ്, എല്ലാം ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.